നേരത്തെ ശരീരാസ്തു പരമാണുഭേദേന കോശത്തിൻ്റെ വാർദ്ധക്യം നമ്മൾ കണ്ടതാണ്. ആ കോശത്തിൻ്റെ വാർദ്ധക്യത്തെ വെച്ച് ആദ്യം രോഗിക്ക് കൊടുക്കേണ്ട നിർദ്ദേശം പ്രഭാതത്തിലും പ്രദോഷത്തിലും നിത്യരസായനമായ കൃതജ്ഞത ഭാവാത്മകമായി ഭുജിക്കാൻ പറഞ്ഞിട്ട് വേണം മരുന്ന് എഴുതി കൊടുക്കാൻ. എങ്കിലാണ് ഫലം കൂടുതൽ കിട്ടുക. 2-3 വൈകല്യങ്ങൾ മാനസികമായി ഈ രോഗത്തിൻ്റെ വർധനവിലുണ്ട്. ഒന്ന്, ഒരു സ്ഥാനീയ പ്രക്രിയ നടക്കുന്നുണ്ട്, ലോക്കൽ ആക്ഷൻ. നമ്മൾ വീട്ടിൽ ജീവിക്കുമ്പോൾ ആ എസ്റ്റാബ്ലിഷ്മെൻറ്റിനോട് ആധുനിക വിദ്യാഭ്യാസം കാരണം നമുക്ക് പൊരുത്തപ്പെടാൻ പറ്റില്ല. അത് ഇന്നത്തെ ഒരു വലിയ പ്രശ്നമാണ്. ഇവിടെ വന്നു കോളേജിൽ പഠിക്കുകയാണ്, അല്ലെങ്കിൽ കോളേജിൽ ജോലിയാണ്, ഏതെങ്കിലും ഒരു മേഖലയിൽ ജോലിയാണ്, നമുക്ക് ഈ എസ്റ്റാബ്ലിഷ്മെൻറ്റുമായി പൊരുത്തപ്പെടാൻ പറ്റില്ല. നമ്മളൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ ചെന്നു, കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ആ എസ്റ്റാബ്ലിഷ്മെൻറ്റുമായി പൊരുത്തപ്പെട്ടു പോകാൻ പറ്റില്ല. ഇത് ആധുനിക ജീവിതത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. കുടുംബജീവിതത്തിലും അതെ, ഭാര്യയും ഭർത്താവും മാത്രമായാൽ പോലും ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകൾക്ക് പൊരുത്തപ്പെട്ടു പോകാൻ പറ്റില്ല. ഇറ്റ്സ് ട്രൂ. ശരിയുണ്ടോ പറഞ്ഞത്? ഇത് നമ്മുടെ മസ്തുള ഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ സമഗ്രമായ നമ്മുടെ കോശങ്ങൾക്കും നമ്മുടെ അവയവങ്ങൾക്കും നമ്മോട് പൊരുത്തപ്പെടാൻ പറ്റാതെ വന്നാൽ ചോദ്യം മനസ്സിലായോ എന്നറിയില്ല. നിത്യവും നാം അനുഭവിക്കുകയും കണ്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന അച്ഛനോട്, അമ്മയോട്, ചുറ്റുപാടുകളോട്, നമ്മൾ ഇടപെടുന്ന രംഗങ്ങളോട് പൊരുത്തപ്പെടാൻ പറ്റാത്തത് കണ്ടറിഞ്ഞ് അനുഭവിക്കുന്ന നമ്മുടെ കോശങ്ങൾ ആ കോശ സമഗ്രതയുടെ ലോകത്ത് ഒന്നിച്ച് പ്രവർത്തിക്കേണ്ടിടത്ത് അത് ഒറ്റപ്പെടാൻ തുടങ്ങുമ്പോൾ അത് തനിച്ചു വളരാൻ തുടങ്ങുകയും വാർദ്ധക്യത്തെ സംജാതമാക്കുകയും ചെയ്യുന്ന ഒരു മാനസിക പ്രക്രിയയാണ്. ബീജം പിതാവിൻ്റെയും അണ്ഡം മാതാവിൻ്റെയും എന്ന നിലയിൽ ഭാവാത്മകമായി പിതാവും മാതാവും നമ്മളിൽ ജീവിച്ചിരിക്കുകയും നമ്മുടെ തെറ്റുകളും കുറ്റങ്ങളും പുറത്തുള്ള മാതാവും പിതാവും ക്ഷമിച്ചാൽ പോലും നമ്മളിൽ ആദ്യമായി വെച്ച കോശം ക്ഷമിക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ ഫാഗോസൈറ്റ്സ് പോലുള്ള മേഖലകളിൽ നിന്നുണ്ടാകുന്ന കൈവിഷം, ആയുർവേദം ആ പദം കൈവിഷം എന്ന് ഉപയോഗിക്കും, ആധുനിക വൈദ്യശാസ്ത്രം ഓട്ടോടോക്സിൻ എന്ന് ഉപയോഗിക്കും. അതുകൊണ്ട് രോഗവുമായി എത്തുമ്പോൾ ഏതു വിധേനയും കൈവിഷ പരിഹാരി ഗുളിക, അതുമല്ലെങ്കിൽ നീലി മൂലാദി ഗുളിക കൈവിഷം, അതുമല്ലെങ്കിൽ കുറച്ച് കൂവളത്തല, അല്ലെങ്കിൽ മുള്ളൻ ചീരയുടെ നീര്, ചെറുചീരയുടെ നീര്, ഇതിലേതെങ്കിലും ഒന്ന് കൊടുത്തു തുടങ്ങിക്കഴിഞ്ഞേ ചികിത്സ തുടങ്ങാവും. കാരണം ഓട്ടോടോക്സിനുകളെല്ലാം സജീവങ്ങളായിരിക്കും ശരീരത്തിൽ. വിഷകലയും അമൃതകലയുമുള്ള ശരീരത്തിന് നമ്മുടെ ദോഷങ്ങൾ കൊണ്ട് വിഷകലയെ സമുജ്വലമാക്കിയിട്ടായിരിക്കും ചികിത്സയിൽ വരുന്നത്. അഗതതന്ത്രം നിങ്ങൾക്കറിയാവുന്നതും അതിവിടെ സ്പെഷ്യലൈസേഷൻ ഉള്ളതുമാണെന്ന് തോന്നുന്നു. ഇറ്റ്സ് നോട്ട്. ആ നിലയിൽ ഞാനതിൽ കൂടുതൽ അങ്ങോട്ട് പോകേണ്ട, നിങ്ങൾക്ക് ഓർമ്മ വരും. എൻ്റെ ആവശ്യത്തിന് ഇത്രയും പറഞ്ഞാൽ മതിയാവും. അപ്പം അതുകൊണ്ട് ശരീരം തന്നെ പുറപ്പെടുവിക്കുന്ന വിഷങ്ങൾ ഒട്ടു വളരെയാണ്. ഫാഗോസൈറ്റ്സ് പോലുള്ള കേന്ദ്രങ്ങൾ ഇതിൻ്റെ സ്ഥാനങ്ങളാണ്. അതുകൊണ്ട് വളരെ നേരത്തെ കരുതലോടെ ഇരിക്കണം. നിത്യവും വീട്ടിൽ അരച്ചൊക്കെ വെക്കുന്ന പണിയോ അല്ലെങ്കിൽ ഉരുട്ടി വെക്കുന്ന പണിയോ ഉണ്ട്, ആടുമൊക്കെ ഉണ്ടെങ്കിൽ നല്ലത് വില്ലുവാതി ഗുളികയാണ്. ധാരാളമാണ്. വില്ലുവാതി ഗുളിക തന്നെ, കൈവിഷ പരിഹാരി, ഇതെല്ലാം വളരെ ഫലപ്രദമാണ്. അത് കൊടുത്ത് ഈ സ്ഥാനീയ ക്രിയയെ ഒന്ന് സമാധാനിപ്പിച്ചിട്ട് വേണം, കൃതജ്ഞത നിത്യവും ഭുജിക്കാൻ പറഞ്ഞിട്ട് വേണം. കാരണം നമ്മളാരും അന്നം ഉണ്ടാക്കുന്നില്ല.
അന്നം, അന്നാദൻ, അന്നമുണ്ടാക്കുന്നവൻ. അന്നം അശിക്കുന്നവരാണ് നമ്മൾ. അന്നമുണ്ടാക്കിയവന് വേഷമില്ല, അന്നമുണ്ടാക്കിയവന് വിദ്യാഭ്യാസമില്ല, അന്നം ചുമന്നിട്ടവനുമില്ല, അന്നം സംസ്കരിച്ചവനുമില്ല, അന്നം വിളമ്പിത്തരുന്നയാളിനുമില്ല. കഴിക്കുന്ന നമ്മൾ വിദ്യാസമ്പന്നരാണ്. അതുകൊണ്ട് നമുക്ക് പുച്ഛമുണ്ടാകാൻ വഴിയുണ്ട്. അവൻ്റെ വിയർപ്പിൻ്റെ മൂല്യമുള്ള ഒരന്നം നമ്മളിൽ പചിച്ച് രക്തവും രസവും മജ്ജയും മാംസവും മേധസ്സും അസ്ഥിയും ശുക്രവുമാകുന്ന ധാതുക്കളായി പരിണമിക്കുമ്പോൾ നമ്മൾ അവനെ നിന്ദിക്കുന്ന ശബ്ദം കേട്ട് ഈ അന്നത്തിൻ്റെ സൂക്ഷ്മാംശം വെറുതെ ഇരിക്കുമെന്ന് കരുതരുത്. അത് നമ്മുടെ കോശപ്രക്രിയയെ പിടിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് സർവോപരി കൃതജ്ഞത അനിവാര്യമായി കഴിഞ്ഞ് ആ രസായനത്തിന് ശേഷം രസായനം ഭുജിച്ചാൽ എളുപ്പമുണ്ടാവും. അപ്പോൾ ജരാമൃത്യുജങ്ങളായ രോഗങ്ങൾ സ്വാഭാവികങ്ങളാണ്. ഇതൊരു വാർദ്ധക്യമാണ്, ക്യാൻസർ. ആ നിലയിൽ അതിനെ എങ്ങനെ പരിഹരിക്കും? അതാണ് സൈദ്ധാന്തികമായ പരിഹാരം. രോഗങ്ങളെ ആഗന്തുകങ്ങൾ, ശാരീരങ്ങൾ, മാനസങ്ങൾ, സ്വാഭാവികങ്ങളെന്ന് വേർതിരിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയാം. അതിൽ സ്വാഭാവികമാണ് ജര, വാർദ്ധക്യം, മൃത്യു. സ്വാഭാവികാഹ ക്ഷുത്പിപാസ ജരാമൃത്യു നിദ്ര പ്രഭൃതയ സുശ്രുതം പറയുന്നുണ്ട്. അപ്പോൾ രോഗകാരണങ്ങളെ അസാൽമ്യേന്ദ്രിയ സംയോഗം, പ്രജ്ഞാപരാധം, പരിണാമം എന്നിങ്ങനെയും നിർവചിക്കുന്നുണ്ട്. ആ നിലയിൽ പരിണാമം ശരീരത്തിൽ ഉണ്ടാക്കുന്നത് ആഭ്യന്തരവും ബാഹ്യവുമായ രണ്ട് കാലങ്ങളിലാണ്. ബാഹ്യകാലമാണ് രാത്രി പകല്, വെളുത്ത പക്കം കറുത്ത പക്കം, ഋതുക്കൾ ഒക്കെയായിട്ട് വരുന്നത്. അത് ബാഹ്യകാലമാണ്. ബാഹ്യകാലത്തെ പരിഗണിക്കാത്ത ഒരു ആഭ്യന്തര കാലമാണ് ശൈശവവും യൗവനവും ഒക്കെയായി മാറുന്നത്. അപ്പോൾ ആ പരിണാമം ബയോക്ലോക്ക് അനുസരിച്ചാണ്. നമ്മളൊരു സൈറ്റോക്രോം ഉണ്ട്, എ സെല്ലുലർ ക്ലോക്ക്. നമ്മുടെ ഓരോ കോശത്തിൻ്റെയും ഉണ്ടാകൽ, നിലനിൽക്കൽ, മരിക്കൽ, അസ്ഥി ജായതേ വർദ്ധതേ വിപരിണാമതേ അപക്ഷീയതേ വിനശ്യതി എന്ന ഷഡ്ഭാവ വികാരങ്ങളുണ്ട്. അത് പരിണാമമാണ്. അങ്ങനെ വരുന്ന സ്വാഭാവികമായ പരിണാമത്തിന് പരിഹാരമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ഇതിന് ചികിത്സ? ഈ വാർദ്ധക്യത്തിന്, ഈ അകാല വാർദ്ധക്യത്തിന് അത് നമുക്ക് ചക്രവാണിയെ ഒന്ന് നോക്കിയിട്ട് പോകുന്നതാണ് എളുപ്പം. ചക്രവാണി ശ്രദ്ധയോടെയാണ് പറഞ്ഞിട്ടുള്ളത്. നിഷ്പ്രതിക്രിയ ഇത് സാധാരണ ചികിത്സയാ രസായന വിവർജയ ന പ്രതിക്രിയതേ രസായനേന തു പ്രതിക്രിയതേവ അസ്യ പ്രയോഗാത് ചവനഃ സുവൃദ്ധോ അഭൂത് പുനർയുവ ഇത്യാദി രസായന പ്രയോഗേണ സമം ന വിരോധ എന്ന് ചക്രവാണി പറഞ്ഞിട്ടുണ്ട്. ഇതാണ് ഞങ്ങൾ സൈദ്ധാന്തികമായി അർബുദ ചികിത്സയിൽ സ്വീകരിക്കുന്നത്. ചക്രവാണിയുടെ ഈ വാക്കുകൾ പ്രതിക്രിയയില്ല എന്ന് പറഞ്ഞത് സാധാരണ ചികിത്സ കൊണ്ട് മാറുകയില്ല എന്ന അർത്ഥത്തിലാണ്. രസായനം കൊണ്ട് പരിഹരിക്കും. ചവനപ്രാശം സേവിച്ച് അതിവൃദ്ധനായ ചവനൻ വീണ്ടും യുവാവായി എന്നിങ്ങനെ പറയുന്നുണ്ടല്ലോ. ജാതരിഷ്ടമായ മരണത്തെയും രസായനം കൊണ്ട് തടയണം. ധ്രുവം ത്വരിഷ്ടേ മരണം ബ്രാഹ്മണൈ തത്കിലാമലൈ രസായന തപോജപ്യ തത് പരൈർ വിനിവാര്യതേ എന്ന് ശാസ്ത്രം വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. സുശ്രുതം സൂത്രസ്ഥാനം 28 എൻ്റെ ഓർമ്മയും. അപ്പോൾ ആ നിലയിൽ രസായന ചികിത്സ ഇതിന് അത്യുത്തമമാണ്. ബ്രാഹ്മരസായനം, അഗസ്ത്യരസായനം, ഐന്ദ്രരസായനം, ഇന്ദ്രോക്ത രസായനം, ചരകം ചികിത്സിതം 3 തോന്നുന്നു ഇന്ദ്രോക്ത രസായനം പറയുന്നത്. ബാക്കിയുള്ളതൊക്കെ നിങ്ങൾക്ക് അറിയുന്നതാണ്, അതുകൊണ്ട് ഞാൻ റെഫറൻസ് പറയുന്നില്ല, അത് നിങ്ങൾക്ക് തപ്പിപ്പിടിക്കാവുന്നതാണ്. ഐന്ദ്രരസായനം, ഇന്ദ്രോക്ത രസായനം നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമോ എന്ന് എനിക്കറിയില്ല. അത് ചരകത്തിൻ്റെ ചികിത്സിതത്തിൽ 3 പറയുന്നതാണ്. ആമലക അവലേഹം, ആമലക ആയസ ലൗഹാദി രസായനം, വിടങ്ക അവലേഹം, ഇതൊക്കെ ഫലപ്രദമായി കണ്ടിട്ടുണ്ട്.
പഞ്ചകർമ്മയുള്ള കോളേജ് ആയതുകൊണ്ട് വസ്തി ഇതിന് വളരെ ഫലപ്രദമായി കണ്ടിട്ടുണ്ട്. അത് പ്രത്യേകിച്ച് രസായന സങ്കല്പങ്ങളിൽ പറയുന്ന. അതുകൊണ്ട് എപ്പോഴെങ്കിലും ആ വഴിയിൽ ചിന്തിക്കുന്ന പൈസയുള്ള പേഷ്യൻസ് വന്നാൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാമെങ്കിൽ അതിൻ്റെ ചിലവ് അവർക്ക് ഇവിടെ ഫ്രീ ആണെന്ന് തോന്നുന്നു, അല്ലേ? ആണോ? അങ്ങനെയാണെങ്കിൽ ഞാൻ പറഞ്ഞത് തെറ്റി. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വലിയൊരു റിസർച്ചിൻ്റെ സാധ്യതയുണ്ടാകേണ്ടത് വളരെ ഫലപ്രദമായി മാറിക്കിട്ടുന്നതാണ്. അതുകൊണ്ട് അങ്ങേയറ്റം ശ്രദ്ധയോടുകൂടി ഉപയോഗിക്കാവുന്ന, ഇതിലേറ്റവും നന്നായി ഉപയോഗിക്കാവുന്ന കടുക്കയാണ് പഥ്യ, വിജയ, അഭയ, ഈ പേരുകളിലൊക്കെ അറിയപ്പെടുന്ന ദോഷാനുലോമനമായ അഗ്നിദീപ്തി ഉണ്ടാക്കുന്ന കടുക്കയുടെ പലവിധ പ്രയോഗങ്ങൾ. അത് ക്യാൻസറിൽ അങ്ങേയറ്റം ത്രിഫലയായി ഉപയോഗിച്ചാൽ വളരെ നന്ന്. കടുക്കയ്ക്കൊരു പ്രത്യേകതയുണ്ടെന്ന് നിങ്ങൾക്കറിയാം. സ്വഗുണം നഷ്ടപ്പെടുത്താതെ അന്യ ഗുണങ്ങളെ കൂടെ വഹിക്കുന്ന ഒരു പ്രത്യേകത കടുക്കയ്ക്കുണ്ട്. അത് വെച്ചിട്ട് അനേക പ്രയോഗങ്ങളുണ്ട്. നെല്ലിക്കാപ്പൊടിയിൽ 64 ഫലം, അത് നെല്ലിക്കാ നീരിൽ 21 ദിവസം ഭാവന ചെയ്തു. കടുക്കയല്ല, അത് നെല്ലിക്കയാണ്. നെല്ലിക്കായുടെ പൊടി 64 ഫലമെടുത്ത് അത് 21 ദിവസം നെല്ലിക്കാ നീരിൽ ഭാവന ചെയ്ത് തേനും നെയ്യും, അതൊരു 64 ഫലം. 8 ഫലം തിപ്പലിപ്പൊടി, 16 ഫലം പഞ്ചസാര. നല്ല മഴയുള്ളപ്പോൾ ചാരത്തിൽ കുഴിച്ചിടണം. എന്നിട്ട് അഗ്നിബലമനുസരിച്ച് സേവിപ്പിച്ചാൽ ഇത് വളരെ ഫലപ്രദമാണ്. ഒരു 30 ദിവസം കുഴിച്ച് എന്നിട്ട് ചെയ്താൽ വളരെ ഫലപ്രദമാണ്. ഇതുപോലൊരു പ്രയോഗം വിഴാലരി കൊണ്ടുണ്ട്. ഒരു 64 ഫലം വിഴാലരി, തിപ്പലി പൊടിച്ചത് ഒരു 64 ഫലം, കൽക്കണ്ടം 96 ഫലം, അത് പനങ്കൽക്കണ്ടം തന്നെ വേണം, തേൻ, എണ്ണ, നെയ്യ് 128 ഫലം വീതം ചേർത്ത് കലർത്തി മുമ്പത്തെ പറഞ്ഞ പോലെ ചാരത്തിൽ കുഴിച്ചിട്ടാൽ ഇതും വളരെ ഫലപ്രദമായ ഒരു ഔഷധമാണ്. വളരെ വളരെ ഫലപ്രദമാണ്. ക്യാൻസറിൽ ഏറ്റവും വിഷമമുണ്ടാക്കുന്ന വിഭാഗം മസ്തിഷ്കത്തെ ബാധിക്കുന്നതാണ്. എല്ലിനെ ബാധിക്കുന്നുണ്ട്, അത് വളരെ എളുപ്പമാണ്. മൾട്ടിപ്പിൾ മൈലോമയിലും എല്ലിനെ ബാധിക്കുന്ന ക്യാൻസറിലും മുക്കണ്ണൻ പേഴ്, പേര് കേട്ടിട്ടുണ്ടോയെന്നറിയില്ല, മുക്കണ്ണൻ പെരുക്, മുക്കണ്ണൻ പെരേര, ഈ 3 പേരിലും അറിയപ്പെടും. മുക്കണ്ണൻ പെരേര, മുക്കണ്ണൻ പേഴ്, മുക്കണ്ണൻ പെരുക്. ഒരു കമ്പായിട്ട് വളരുന്ന മുഴുത്ത ഇലകളോടുകൂടിയ പെഴിനോട് കഷ്ടിച്ച് സാദൃശ്യം ഉണ്ടെന്നുണ്ടാക്കി പറയാം, അത്രേ ഉള്ളൂ. ഇത് വളരെ അത്ഭുത വീര്യമുള്ളൊരു ചെടിയാണ്. ഇതിൻ്റെ ഇല മുട്ടയുടെ വെള്ള, ഇത് മർമ്മ ചികിത്സയിലൊക്കെ വളരെ പ്രധാനമായി ഉപയോഗിക്കുന്ന, മർമ്മം നിങ്ങളുടെ ഇവിടെ ബ്രാഞ്ച് ഉണ്ടെന്ന് തോന്നുന്നു, അപ്പോൾ അവരറിയേണ്ടതാണ്. വളരെ ഫലപ്രദമായ ഒരു ഔഷധമാണ്. ഇത് എല്ലിൽ വളരെ ഫലം ചെയ്യും. ഇത് വളരെ ഇതായിട്ട് എല്ലിലെ ക്യാൻസർ മാറ്റാൻ സാധിക്കും. അകത്ത് കഴിക്കാൻ തന്നെ, അകത്തേക്ക് കഴിക്കാൻ തന്നെ വളരെ ഫലം ചെയ്യുന്നതാണ്. മറ്റൊന്ന് നിലംപരണ്ട എല്ലിൽ ഫലം ചെയ്യും.
അത് അരച്ച് കഴിച്ചാൽ മതി. എല്ലൊടിയൻ എന്നൊരു ചെടിയുണ്ട്, ഒരു ഓർക്കിഡ് വർഗമാണ്. ചേർത്തല സൈഡിലുള്ള കാവുകളിലും അവിടുത്തെ നല്ല മണമുള്ള എലഞ്ഞി മരത്തിലും കയറി കിടക്കുന്ന ഒരു ചെടിയാണ്. നല്ല ഔഷധവീര്യമുള്ളതാണ്. അത് കഞ്ഞി വെച്ചു കൊടുത്താൽ എല്ലിലെ ക്യാൻസറിന് നല്ല കുറവ് കിട്ടും. ഇത്രയൊന്നും കഷ്ടപ്പാടില്ലാതെ പതിവായി 100 മില്ലിഗ്രാം രസസിന്ദൂരം ഒരു കദളിപ്പഴം അടിച്ച ചാറിൽ കൊടുത്താൽ ഈ സാധനം പമ്പ കിടക്കുന്നതാണ്. അസ്ഥി ഉരുക്കത്തിനും ഇത് വളരെ നല്ലതാണ്. കദളിപ്പഴവും രസസിന്ദൂരവും. അത് രസസിന്ദൂരം ജ്യോതിഷാംഗ രസസിന്ദൂരമാണെങ്കിൽ 21 ദിവസമേ കഴിക്കേണ്ടതുള്ളൂ. മറ്റതാണെങ്കിൽ കുറച്ച് നാൾ കഴിക്കണം. അത്രയും ഓർത്തോണം. രസസിന്ദൂരം കഴിക്കുമ്പോൾ ശുദ്ധി പോരാതെ വന്നാൽ പാല് കരിക്കിൻ വെള്ളമൊക്കെ കൊടുത്ത് തടഞ്ഞു നിർത്തിക്കോണം. വൈദ്യന്മാരായതുകൊണ്ട് ഞാൻ ആ രംഗത്തേക്ക് പോയിട്ടില്ല, ഓർത്തു വെച്ചോണം. ഇത് വളരെ ഫലപ്രദമാണ്. ക്യാൻസറിനെ ഏറ്റവും പെട്ടെന്ന് പിടിച്ചു നിർത്താവുന്നതാണ്. എല്ലിൽ വരുന്ന ക്യാൻസറിന് അത്തിത്തിപ്പലി എന്നൊരു ചെടിയുണ്ട്, ഒരു കായുണ്ട്. ആദ്യത്തെ മഴയോടെ വയനാട് പ്രദേശങ്ങളിൽ മണ്ണിൽ നിന്ന് പൊന്തി വരുന്ന നിലച്ചക്ക എന്ന് പറയുന്ന സാധനമാണ് അത്തിത്തിപ്പലി. പക്ഷെ നമുക്ക് കിട്ടുന്നത് പലപ്പോഴും അതല്ല. അത് ആദിവാസികൾ കളക്ട് ചെയ്തെടുത്തുന്ന ഒറിജിനൽ കളക്ട് ചെയ്യണം. ഔഷധിക്ക് അത് കുറച്ച് കിട്ടുന്നുണ്ടെന്ന് തോന്നുന്നു, ബാക്കി അങ്ങ് വരുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു. അങ്ങാടി കടകളിൽ വരുന്നത് ഈ ചേമ്പ് പോലുള്ള ഒരെണ്ണത്തിൻ്റെ തണ്ട്, അതിൻ്റെ കാ വരുമ്പോൾ ഉള്ള തണ്ട് കട്ട് ചെയ്തതാണെന്ന് തോന്നുന്നു. അത് പ്രയോഗിച്ച് നോക്കിയിട്ട് ഫലം കിട്ടിയില്ല എന്ന് വിചാരിക്കരുത്. ഇത് വളരെ കൊഴുപ്പുള്ള ദ്രാവകത്തോടു കൂടിയ നിലച്ചക്ക എന്നറിയപ്പെടുന്ന ഒരു സാധനമാണ്. മണ്ണിൽ ഉണ്ടാകുന്നതാണ്. മണ്ണിൽ നിന്ന് പെട്ടെന്ന് പൊന്തി വരും, ആദ്യത്തെ മഴയ്ക്ക് പൊന്തി വരും. അത് കളക്ട് ചെയ്തിട്ട് അത് നല്ലപോലെ പിഴിഞ്ഞ് നീരെടുക്കുക. അതിൽ പഞ്ചസാരയും കദളിപ്പഴവും രസസിന്ദൂരവും ചേർക്കുക. തങ്കഭസ്മവും കൂടി ചേർത്താൽ ഉത്തമമാണ്. അത് 90 ദിവസം നെല്ലിൽ കുഴിച്ചിട്ടിട്ട് എടുത്തു കൊടുത്താൽ എല്ലിലെ ക്യാൻസർ മാറുന്നതാണ്. ഇനിയുള്ളത് തലയിലെ ക്യാൻസറാണ്. അതിനെ വർഗീകരിച്ച് പഠിക്കുമ്പോൾ ഭൈഷജ്യ രത്നാവലിയാണ് നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാവുന്നത്. ശിരസ്ഥിത സ്നേഹവൃതൗ ക്രമേണ സഞ്ചീയതേ തത്ര പ്രഭൂതമംബുഹു ശീർഷാംബുരോഗ കഥിതോ വിഷഗ്ധി ഭവത്യസൗ കൃച്ഛതരോപചാര എന്ന ഭൈഷജ്യ രത്നാവലി. അത് അതിൻ്റെ ലക്ഷണങ്ങളെ പറഞ്ഞിട്ട് രസഗന്ധക താരാഭ്രതാപ്യാനാം തു പലം പലം അയസശ്ച പലം ദ്വന്ദ്വം പുരസപ്ത ഫലോന്മിതം മർദ്ദയത് ലൗഹപാത്രേ വൈ ലൗഹദണ്ഡേന യുക്തിതഃ സർഷഭ സ്നേഹ സംയോഗാത് ഏകീഭാവം വ്രജേഭ്യത തദാസ്യ മാത്രം യുഞ്ജീതമാശൈക പ്രമിതം ശുഭാം അനേന പ്രശമനം യാന്തി സ്നായുമസ്തിഷ്കജാഗത അയം പഞ്ചാമൃതോ ലൗഹ ഗുൽഗുലു സർവരോഗജിത് ബലം പുഷ്ടിം തഥാമേതാം സേവനാത് സംപ്രവർത്തയേത്. ഇതിനെ ആസ്പദമാക്കി ഭൈഷജ്യ രത്നാവലിയിൽ പറയുന്ന മസ്തിഷ്കക്ഷയം, കപാലവൃദ്ധി, ശീർഷാംബുരോഗം, മസ്തിഷ്ക ദ്രവം, മസ്തിഷ്ക അർശസ്, ഇതിനെ സംയുക്തമായി എടുത്താൽ ഏതാണ്ട് എല്ലാ ആസ്ട്രോസൈറ്റോമയും, എല്ലാ ഗ്ലയോമയും, എല്ലാ മിക്സഡ് ഗ്ലയോമയും, എല്ലാ ഗ്ലയോബ്ലാസ്റ്റോമയും മാറിക്കിട്ടുന്നതാണ്. അത് വളരെ രസകരമാണ്. അതിൽ തലവേദന വരുമ്പോൾ പഥ്യാക്ഷടങ്കം കഷായം ഓർ പഥ്യാക്ഷധാത്രി കഷായം, ധാത്രിയാദി കഷായം, അത് ശർക്കര മേമ്പൊടി ചേർത്ത് കൊടുക്കുകയും കൂടെ ചെയ്താൽ 100% ഫലപ്രദവും. അതിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ഇതിനെ പഠിക്കുമ്പോൾ
വളരെ രസകരമായി തലയിലെ രോഗം ചികിത്സിക്കാൻ പോകുമ്പോൾ അല്പം ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. കാരണം ബീജാത്മകർമാശയ കാലദോഷൈ മാതുസ്തഥാഹാര വിഹാരദോഷൈ കുർവന്തി ദോഷ വിവിധാനി ദുഷ്ട സംസ്ഥാന വർണ്ണേന്ദ്രിയ വൈകൃതാനി എന്നുള്ള ആ സന്ദേശങ്ങളെ ഉൾക്കൊണ്ട് യഥാ സ്ത്രീയ ദോഷപ്രകോപണേ ഉക്ത അന്യാ സേവമാനായ ദോഷാഃ പ്രകുപിതാഃ ശരീരമുപസർപ്പന്തി ശോണിതഗർഭാശയ ഉപപദ്യന്തെ നച കാസ്നേന ശോണിതഗർഭാശയൗ ദൂഷയന്തി തദേയം ഗർഭം ലഭത്തെ സ്ത്രീ തഥാ തസ്യ ഗർഭസ്യ മാതൃജാനാം അവയവാനാം അന്യതമോ അവയവോ വികൃതിമാപദ്യ ഏകോ അഥവാ അനേകോ യസ്യ യസ്യ അവയവസ്യ ബീജേ ബീജഭാഗേ വാ ദോഷാഃ പ്രകോപപദ്യന്തെ തം അവയവം വികൃതിരാവിശതി ഏവമേവ പുരുഷസ്യ യയാ ബീജേ ബീജഭാഗേ പ്രദോഷമാപദ്യത്തെ എന്ന ചരകന്റെ അഭിപ്രായത്തെ നല്ലപോലെ മനസ്സിൽ വെച്ചുകൊണ്ട് ചികിത്സിക്കുന്നതായാൽ 100% ഫലം കിട്ടും. ഒരു കേസ് പോലും ഫെയില്യൂർ ആവില്ല. അതിന് കൊടുക്കാവുന്ന മരുന്നുകൾ ഞാൻ പുസ്തകത്തിൽ നിന്നുള്ളതാണ്. അവ നിങ്ങൾ പുസ്തകം നോക്കിയാൽ തന്നെ കിട്ടും. അതിന് വിഷമങ്ങളില്ലാത്ത, നേരം കുറവായതുകൊണ്ട് മുഴുവൻ കാര്യങ്ങളും വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒന്ന് ത്രായന്ത്യാദി കഷായം. യോഗം കണ്ടുപിടിക്കാൻ ശ്രമിച്ചാൽ സഹസ്രയോഗത്തിൽ പോലും ഉണ്ട്. സഹസ്രയോഗത്തിലെ കഷായങ്ങളുടെ ലിസ്റ്റ് നോക്കരുത്, ലാസ്റ്റ് പേജിൽ നോക്കണം. അവസാന ഭാഗത്ത് പ്രത്യേകം കൊടുത്തിട്ടുണ്ട്. ഒരു 15 മില്ലി 60 മില്ലി തിളപ്പിച്ചാറിയ വെള്ളം 2 നേരത്ത് കാലത്തും വൈകുന്നേരവും കൊടുക്കുക. വേറെ ഒന്നും ചേർക്കണ്ട. അഭയാരിഷ്ടവും പുനർനവാസവും ചേർത്ത് 10 മില്ലി വീതം ഉച്ചയ്ക്കും വൈകുന്നേരവും കൊടുക്കുക. ഒരാഴ്ച കൊടുത്താൽ മതി. ഒരാഴ്ച കഴിഞ്ഞ് തിക്തകം കഷായം കാലത്തും വൈകിട്ടും അരിഷ്ടങ്ങൾ മുൻ പറഞ്ഞതുപോലെ കൊടുക്കുക. അതൊരു 15 ദിവസം കൊടുക്കുക. വീണ്ടും മറ്റത് ആവർത്തിക്കുക ഒരാഴ്ച. വീണ്ടും രണ്ടാമത്തത് കൊടുക്കുക. നിർഗുണ്ഡ്യാദി കേരം തളം വെച്ച് തുടച്ചു കളയുകയും ചെയ്യാം. 6 മാസം കൊണ്ട് രോഗം ശമിച്ചു തുടങ്ങുന്ന നേരിട്ട് കാണാം. അതിൽ പ്രത്യേകിച്ച് ഹൈഡ്രോകഫാലസ് ഒക്കെ കംപ്ലീറ്റ് മാറിക്കിട്ടും. ഒരു ചെറിയ വ്യതിയാനം പോലുമില്ല. ഈ തലച്ചോറിൽ വരുന്ന ക്യാൻസറുകളും തലച്ചോറിൽ വരുന്ന ഹൈഡ്രോകഫാലസ് പോലുള്ള രോഗങ്ങളും, ശീർഷാമ്പു രോഗം, സർജറി ഏറ്റവും ഫലപ്രദമായുണ്ടായിരുന്നത് ഇന്ത്യയിലാണ്. അതിൻ്റെ തെളിവ് ഹാരപ്പൻ സംസ്കാരത്തിൽ, ഇൻഡസ് വാലി, ഇൻഡസ് സരസ്വതി സംസ്കാരത്തിൽ അതിൻ്റെ 2 പ്ലേറ്റുകൾ കണ്ടുകിട്ടിയിട്ടുണ്ട്. അവയെക്കുറിച്ച് ഒന്ന് H796B ഫ്രം സെമിറ്റേരി R37 ഓഫ് ഹാരപ്പ, 37ാമത്തെ സെമിത്തേരിയിൽ നിന്ന് ഹാരപ്പൻ സംസ്കാരത്തിൽ H796B 2 തലയോട്ടികളാണ്. അതൊരു കുട്ടിയുടെ തലയോട്ടിയിൽ സ്റ്റെന്റ് ഇട്ടിരുന്ന 3 ദ്വാരങ്ങളും അതിൻ്റെ വിശദമായ വിവരണവും കെന്നത്ത് ബി സിസ്കിൻ്റെ മെഡിസിൻ ഇൻ ദ വേദാസ് എന്ന പുസ്തകത്തിലുണ്ട്. പുസ്തകം മുകളിൽ ലൈബ്രറിയിൽ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നിങ്ങളുടെ ലൈബ്രറിയിൽ നിന്നാണ് ആ പുസ്തകം മുമ്പൊരിക്കൽ ഒരാളെ കൊണ്ട് എടുപ്പിച്ച് റെഫർ ചെയ്തതെന്നാണ് എൻ്റെ ഒരു ചെറിയ ഓർമ്മ. അതിൽ വളരെ വസ്തുതാപരമായി എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് 100% സർജറി ഉപയോഗിച്ചിരുന്നത് കഴിഞ്ഞാണ് എന്ന് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ഒരു വാദം സർജറി കൊണ്ട് പറ്റില്ല എന്ന് തോന്നുകയോ സർജറിയെ നിയന്ത്രിക്കുകയോ ചെയ്തപ്പോൾ ചികിത്സാരംഗത്തുണ്ടായ വിപ്ലവകരമായ ഒരു പരിണാമമാണ്
ചികിത്സയെ ഈ തരത്തിലേക്ക് കൊണ്ടുപോയിട്ടുള്ളത്. ഇത് മിക്കവാറും കപാല അർശസ്, ശീർഷാമ്പു രോഗം ഇവയൊക്കെ മലിഗ്നൻ്റായിത്തീർന്ന് മാരകമായ അവസ്ഥയിൽ പോലും പ്രയോജനപ്രദമാണ്. ത്രികോൽപ്പക്കൊന്ന, അതിൻ്റെ കൂട്ടത്തിൽ ഒരു 2-3 ഒന്നിച്ചെഴുതിയാൽ നിങ്ങൾക്ക് വളരെ പ്രയോജനമായിരിക്കും. ത്രികോൽപ്പക്കൊന്ന, ഇതെല്ലാം യോഗങ്ങൾ ക്ലാസിക്കൽ ഗ്രന്ഥങ്ങളിലുള്ളതാണ്, ഒന്നും പ്രത്യേകിച്ച് കണ്ടെത്തിയിട്ടുള്ളതല്ല. ത്രികോൽപ്പക്കൊന്ന, ചിന്നാമുക്കി, ഇരട്ടി മധുരം, മുത്തങ്ങ, കുറുന്തോട്ടി വേര്, മരമഞ്ഞൾ തൊലി, വരട്ടുമഞ്ഞൾ, കടുക് രോഹിണി, ത്രിഫലത്തോട്, ചുക്ക്. 1.5 കിഴഞ്ചാണ്. പഴയ കണക്കിന് ഒരു 6.25 ഗ്രാം, ഇപ്പോഴത്തെ കണക്കിന് 5 ഗ്രാം. പുനർനവാരിഷ്ടം, തിക്തകാരിഷ്ടം, വരണാസവം 4 യോജിപ്പിക്കണം. യോജിപ്പിച്ചതിൽ നിന്നൊരു 15 മില്ലി ഉച്ചയ്ക്കും രാത്രിയിലും കൊടുക്കുക. ഒരു 4 മാസത്തേക്ക് കൊടുക്കണം. വയറിളക്കം വളരെ കൂടുതലാണെങ്കിൽ ആ കഷായത്തിനകത്ത് ചിന്നാമുക്കിയും ത്രികോൽപ്പക്കൊന്നയും അങ്ങ് ഒഴിവാക്കണം. ആദ്യം ചിന്നാമുക്കി ഒഴിവാക്കുക. അതൊക്കെ നിങ്ങൾ ബുദ്ധിപൂർവ്വം ചെയ്യേണ്ടതാണ്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം തുടക്കത്തിലൊരു കോമൺ സെൻസ് പറഞ്ഞത്. കാരണം പണ്ട് ഒരു പ്രൊഫസർ മെഡിക്കൽ കോളേജിൽ പ്രസംഗത്തിന് പോയി. അപ്പോൾ അദ്ദേഹം പ്രമേഹത്തെ പറ്റി പഠിപ്പിക്കാനാണ് പോയത്. അദ്ദേഹം പറഞ്ഞു, ക്ലാസ് എടുക്കാൻ ചെന്ന ആദ്യത്തെ ക്ലാസ്സിൽ തന്നെ പറഞ്ഞു, എൻ്റെ വിദ്യാർത്ഥികളെല്ലാം സൂക്ഷ്മദൃഷ്ടിയുള്ളവരായിരിക്കണം, എൻ്റെ വിദ്യാർത്ഥികൾ അനുഭവസമ്പന്നരായിരിക്കണം. അദ്ദേഹം ആദ്യം തന്നെ ഈ പ്രമേഹ രോഗിയുടെ മൂത്രം പതുക്കെ വിരൽ ആ ജാറിലേക്ക് കൈയിട്ട് വായിലൊഴിച്ചു. എല്ലാവർക്കും കൊടുത്തു. അപ്പോൾ എല്ലാവരും രുചിച്ചു. എല്ലാവരും രുചിച്ചു കഴിഞ്ഞപ്പോൾ മിക്കവാറും ജാറിലെ മൂത്രം തീർന്നു. 1 ലിറ്ററോളേ ഉണ്ടായിരുന്നുള്ളൂ. 19 വിദ്യാർത്ഥികളുണ്ട്, കംപ്ലീറ്റ് തീർന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ സൂക്ഷ്മദൃഷ്ടിയല്ല, അനുഭവം വേണമെന്ന് ആഗ്രഹമുണ്ട്. ഞാൻ ഈ വിരലാണ് മുക്കിയത്, ഈ വിരലാണ് നക്കിയത്. ആ ഒരു പാഠത്തിൽ നിന്ന് നമ്മൾ പഠിക്കുന്നത് പോലെ വളരെ ശക്തമായ സൂക്ഷ്മദൃഷ്ടി ചികിത്സയുടെ എല്ലാ രംഗത്തും ഉണ്ടാകും. എത്ര സ്പീഡിൽ നിങ്ങൾക്ക് ഡയഗ്നോസ് ചെയ്യാൻ പറ്റുന്നുവോ ആ സ്പീഡാണ് കൂട്ടിയെടുക്കേണ്ടത്. സമയം എത്ര കൂടുതൽ എടുക്കുന്നുവോ അത്രയും അറിവ് കുറയുകയും നമ്മുടെ ബുദ്ധി ഉപയോഗിക്കുകയും ചെയ്യും. നമ്മുടെ ബുദ്ധി പലപ്പോഴും നാം ചെയ്യുന്ന കർമ്മങ്ങളോടും മറ്റുള്ളവയോടും ബന്ധപ്പെട്ട് നിൽക്കിയാൽ വൈകല്യമുണ്ടാവാനിടയുണ്ട്. സ്പോണ്ടേനിയസ് ആയിട്ടുള്ള അറിവ് വൈകല്യം കുറഞ്ഞതായിരിക്കാനാണ്. പഠിച്ച ശാസ്ത്രത്തെ ആദരവോടെ പഠിക്കുകയും ആദരവിലത് ഉൾക്കൊള്ളുകയും ഗുരുക്കന്മാരോട് കൃതജ്ഞതയുള്ളവരായിരിക്കുകയും അവരെ സ്മരിക്കുവാൻ മടിയില്ലാത്തവരായിരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു വേളയിൽ അറിവിന് സ്പോണ്ടേനിറ്റി ഉണ്ടാവും. വിനയാന്വിതമായ അറിവ് എത്ര വേഗതയിൽ വരുന്നുവോ അവിടെ നമ്മുടെ ഇടപാടില്ലാതിരിക്കുമെങ്കിൽ റിസൾട്ട് നിശ്ചയമാണ്. അതുകൊണ്ട് ഇതൊക്കെ ചെയ്യുമ്പോൾ പ്രത്യേകം ഓർക്കണം. കാരണം ചിലപ്പം വയറിളകും. അപ്പോൾ ഉടനെ നമ്മൾ പുസ്തകം തിരയാൻ നേരമൊന്നും കിട്ടില്ല. അപ്പം നമ്മൾ ഉടനെ തന്നെ ആദ്യം ഏത് മരുന്ന് കൊടുക്കുമ്പോഴും രോഗിയിൽ ആശാവഹമല്ലാത്ത ഒരു പരിണാമം കാണുന്നു തോന്നിയാൽ അത് നിർത്തിക്കഴിഞ്ഞിട്ട് വേണം രോഗിയോട് സംസാരിക്കാൻ പോലും. കാരണം രോഗി ഒരിക്കലും വിഷമിക്കാനിടയാവരുത്. ഞാനാണ് കുറിച്ച് തന്നത്, അത് ഇന്നതാണ്. കാരണം ശരീരത്തിന് പല മാറ്റങ്ങളുണ്ട്. അതുകൊണ്ട് ശ്രദ്ധാപൂർവം വേണം അത് ചെയ്യാൻ. ഇതൊക്കെ ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ഈ മുമ്പ് പറഞ്ഞ കഷായം കൊടുത്തു കഴിഞ്ഞ് തുടർന്ന് വളരെ പ്രയോജനപ്രദമായ ഒന്നാണ് രസം, ഗന്ധകം എല്ലാം ശുദ്ധി ചെയ്യണം. വെള്ളി ഭസ്മം, അഭ്രഭസ്മം, സ്വർണമാക്ഷിക ഭസ്മം, ഇവ 1/4 ഫലം വീതം
ലോഹഭസ്മം അരപ്പലം, ശുദ്ധീത ഗുൽഗുലു 1.25 ഫലം, അതിൽ നന്നായി കൈപ്പാകമറിയുന്നവർ ശുദ്ധി ചെയ്യാൻ പോലും പോകേണ്ട. രസവും ഗന്ധകവും സാമാന്യ ശുദ്ധി കഴിഞ്ഞാൽ ബാലരസമായി എടുക്കുന്നതെങ്കിൽ വലിയ പ്രശ്നമില്ല. അത് രസവും ഗന്ധകവും കഞ്ചളിയാക്കി, ബാലരസം എടുക്കാൻ അറിയുമായിരിക്കും, അതെടുത്തിട്ട് കഞ്ചളിയാക്കുക എന്ന് പറഞ്ഞാലും അറിയുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കഞ്ചളിയാക്കി മറ്റു ഭസ്മങ്ങളും ഗുൽഗുലുവും ചേർത്ത് ഇരുമ്പ് പാത്രത്തിലാക്കണം, വേറെ പാത്രമൊന്നും ഉപയോഗിക്കരുത്. കടുകെണ്ണ ചേർത്ത് ഇരുമ്പ് ദണ്ടുകൊണ്ടരയ്ക്കണം. ഇരുമ്പ് കൊണ്ടുള്ള ഒലക്ക എന്ന കണക്കിൽ നല്ലപോലെ അരച്ച് ഉഴുന്നുമണി പ്രമാണത്തിൽ ഗുളികയാക്കുക. ഭൈഷ്യരത്നാവലി പഞ്ചാമൃത ലൗഹ ഗുൽഗുലു എന്ന് പറയുന്നത് ഈ സാധനമാണ്. ഇത് തേനിൽ വെറ്റില നീര് ചേർത്ത് കൊടുക്കാം, വെറുതെയും കൊടുക്കാം. വെറ്റില നീര് ചേർക്കണമെന്ന് പറയുന്നത് രസത്തിൻ്റെ എന്തെങ്കിലും ദോഷമുണ്ടെങ്കിൽ മാറണം എന്നുള്ള പ്രതീക്ഷയിലാണ്, ഇല്ലെങ്കിൽ അത് ആവശ്യമില്ല. രാവിലെ ആഹാരത്തിന് മുമ്പ്, രാത്രി ആഹാരം കഴിഞ്ഞ്. വജ്രക രസായനം ഈ രംഗത്ത് വളരെ നല്ലതാണ്, പക്ഷെ അത് കൊടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചിരിക്കണം. വജ്രക രസായനം കൊടുത്ത് മലത്തിൽ കഫം തനിച്ചാവുമ്പോൾ നിർത്തണം, നോക്കിയിരിക്കണം. കഫം തനിച്ച് മലം വന്നു തുടങ്ങിയാൽ അപ്പം നിർത്തണം. ആദ്യത്തെ ആ ലക്ഷണം കാണുമ്പോൾ തന്നെ നിർത്തണം. അത് കഴിഞ്ഞാൽ വമന ക്രിയയൊക്കെ ചെയ്യുന്ന പോലെ ശ്രദ്ധിച്ചിരിക്കണമെന്ന് സാരം. തുടർന്ന് ബാഹുശാല ഗുളം 3 ആഴ്ച കൊടുക്കുക. തുടർന്ന് ആ 3 ആഴ്ച കഴിഞ്ഞ് ഗുൽഗുലു തിക്തക മധുസ്നുഹി 1.5 മാസം കൊടുക്കുക. മഹാത്രിഫലാദി എണ്ണ തലയ്ക്ക് തളവും വെക്കുക. തലവേദനയുടെ ലക്ഷണമുണ്ട്, നേരത്തെ പറഞ്ഞ പഥ്യാഷഡംഗം ശർക്കര ചേർത്തും കൊടുക്കുക. ഇത് കൊണ്ട് മിക്കവാറും ആസ്ട്രോസൈറ്റോമ, ഗ്ലയോമ, മിക്സഡ് ഗ്ലയോമ ഒക്കെ മാറും. വളരെ സ്പീഡിൽ മാറണം എന്നാഗ്രഹമുണ്ടെങ്കിൽ അതിനെളുപ്പവഴി ഒരാടിൻ്റെ തല 3 ദിവസം സൂപ്പ് വെച്ച് കൊടുക്കുന്ന ഒരു യോഗമുണ്ട്. അത് വളരെ ഫലപ്രദമാണ്. 100% റിസൾട്ട് കിട്ടിയിട്ടുള്ളതാണ് അനുഭവം. പക്ഷെ അത് മാംസഭുക്കുകൾക്കേ പറ്റൂ. ഞാൻ ഈ പറഞ്ഞതെല്ലാം വെജിറ്റേറിയൻസിന് കൊടുക്കാം. വെജിറ്റേറിയൻസ് ഒരിക്കൽ പോലും ആ മരുന്ന് കഴിക്കരുത്. കാരണം ഈ ദോഷം ജനിതക പ്രശ്നത്തോടു കൂടിയതായതുകൊണ്ട്. അതാണ് ഞാൻ